ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ച് ബോയ്സ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 MCS 2.0 വേൾഡ് കളിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോഴേക്ക് ഇന്നത്തെ അപ്ഡേഷനും പിന്നെ ഇന്നൊരു ബിൽഡ് ചെയ്യണം ഗൈസ്, അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ പുതിയ അപ്ഡേഷൻ എല്ലാം കാണിച്ചു തരാം. നിൽക്കേ ഒരു മിനിറ്റ്, ടൂൾസൊക്കെ എടുക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, പുതിയ ബിൽഡ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. ഓക്കെ ഗൈസ്, MCS വേൾഡ് ഗൈസ്, MCS വേൾഡ് ഗൈസ്. ഇതാണ് പുതിയ വന്ന ബിൽഡിങ്. പിന്നെ നിൽക്കേ ഹങ്കർ ഓറോ ഫുഡ് അടിക്കട്ടെ പോയി. കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ പണിതാണ്. നമുക്ക് ഇനിയും ഒരു മെയിൻ ബേസ് വേണം. നമ്മൾ അന്നുണ്ടാക്കിയ കണക്കൊരു നല്ലൊരു ബേസ് സെറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഇപ്പോൾ താഴെ വേണം. പിന്നെ ഗൈസ് ഈ കേവ് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. അതിനാദ്യം കുറച്ച് അയണൊക്കെ നമുക്ക് കിട്ടണം. അയൺ കിട്ടണമെങ്കിൽ മൈൻ ചെയ്യണം. പിന്നെ നമ്മളെ വില്ലേജേഴ്സ് ഇവിടെ ഉണ്ട്. ആരും കമൻറ്റ് ചെയ്തിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇവർക്ക് ആരൊക്കെ ഞാൻ പേരിടാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നെയിം ടാഗ് കൊണ്ടൊന്ന് പേരിട്ടേനെ. അപ്പോഴത്തേക്ക് ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് പരിപാടി ഇവിടെ ഒരു ബിൽഡിന് ബേസ് ഇട്ട് കൊടുക്കാം. അതിനാദ്യം ഫസ്റ്റ് നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കണം, അത് നോക്കാം. ഇവിടെ ബിൽഡ് ചെയ്യാം. ആദ്യം ഇതൊന്ന് പ്ലെയിൻ ആക്കട്ടെ. സ്ഥലം ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബേസ് ഇട്ട് തുടങ്ങാം. സ്റ്റോറേജ് ഏരിയസ് വേറൊന്നുമില്ല, നമുക്ക് കഴിഞ്ഞതിനുണ്ടായിരുന്നല്ലോ സ്റ്റോറേജ് ഏരിയ, അത് തന്നെ അല്ല വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ബേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ബേസ് ഇന്ന് രാവിലെ ഒക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. സ്കൈ ഓഫ് അല്ലല്ലോ, സ്കൈ. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കൊരു ബേസ് ഇട്ടിട്ടുണ്ട്. അയ്യോ ഉദാഹരണം. ഓക്കെ, നമ്മൾ തൽക്കാലത്തേക്കൊരു ബേസ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ബേസ്. ഇതിന് ഇങ്ങനെ വുഡ് വരും, ഇങ്ങനെ വുഡ് വരും. എന്നിട്ട് ഇവിടെ പ്ലാങ്ക് വെച്ച് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ. എന്നിട്ട് പ്ലാങ്ക് വെച്ച് പോയിട്ട് മറ്റേ ചെസ്റ്റ് വെച്ച് കവർ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ ഗൈസ്, ഇത് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് കേവിൽ ഇറങ്ങണം ഗൈസ്. കേവിൽ ഇറങ്ങാൻ അത്യാവശ്യം കുറച്ച് ടൂൾസും സംഭവങ്ങളും വേണം. എന്തായാലും അത് നമുക്ക് പോയി എടുക്കാം. നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം. അമ്മയുടെ ഫോൺ വിളിച്ച് ഞാൻ എടുക്കും.
ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. എന്തായാലും കേവിലിറങ്ങാം. ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് ചാടിക്കൊടുത്താൽ വൈബായിരിക്കും. എന്തായാലും ഓക്കെ, ഇവിടുന്ന് പതുക്കെ പതുക്കെ ഇറങ്ങാം. അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ ഞാൻ. നമ്മളെ ടോർച്ച് ഉണ്ട്, സൗണ്ട് സീനില്ല. ഓടാൻ വെച്ച്. ഓക്കെ, അയൺ കിട്ടി. അയൺ മാന്തി എടുത്തോ. അയൺ പിക്കാക്സ് വെച്ച് അയൺ എടുക്കണം. ആദ്യത്തെ ഒരു പ്രത്യേകതയാണ്. അയൺ പിക്കാക്സ് വെച്ച് അയൺ എടുത്തു. ഓക്കെ, ടോർച്ച് വെച്ചാൽ ഓ അടിയടി. എവിടെ നിന്ന് കഴിച്ചത് കാണില്ലല്ലോ ഗൈസ്. ഓക്കെ, അയം ഇതിൻ്റെ അടി വേറെ ഏതോ ഒരു കേവ്. ഓക്കെ, ഇവിടെ വേറെ ഏതൊരു കേവ്. ഓക്കെ, ഇവിടെ അയണൊന്നും കാണാനില്ല. ഇങ്ങോട്ട് വെച്ചോട്ടെ. ഇവിടെ ഉണ്ട്. അവിടെ കുറച്ച് കോളേ ഉള്ളൂ. ഇതൊരു കുഞ്ഞ് കേവാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കയറി മണ്ടയിലോട്ട് അങ്ങ് പോവാം. നമുക്ക് വെള്ളം താൽക്കാലികമായി ഒന്ന് അടയ്ക്കാം. താൽക്കാലിക മാത്രം വെള്ളം ഫുൾ ഓഫ് ചെയ്യണം. കല്ല് വേണം. വെള്ളം നിന്നോ? ഇല്ല. ഓക്കെ, ഇതങ്ങ് അടയ്ക്കാം. നമുക്ക് ഇവിടെ ചാടിയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യട്ടെ. ഓക്കെ, നമുക്കിനി മണ്ടയിലോട്ട് പോയി നോക്കാം അയണോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇതുവരെ ഉള്ളോ? എനിക്ക് മണ്ടയിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഇല്ല. അയ്യോ, ഓക്കെ, എത്തില്ല. നമ്മുടെ വെള്ളം എവിടെ ഇരുന്ന് ചടച്ച? നമ്മൾ വെള്ളം ഇവിടെ ഇല്ലേ അടച്ച? ഇവിടെ മണ്ടയിൽ. നമുക്ക് എന്തായാലും അതുപോലെ തുറന്നുവിടാം. ശോധന നാച്ചുറൽ വാട്ടർഫാൾ ആണ്. അതിനൊരു കാരണവശാലും അടച്ചു വയ്ക്കരുത്.
ടോർച്ച് ടോർച്ച് ടോർച്ച്. ഓക്കെ, അത് ബഗ്ഗായിരുന്നു. ചിലന്തിയുണ്ട്. എൻഡർമാൻ്റെ കണ്ണി നോക്കണ്ടെങ്കിൽ അടിയിട്ടു ഒന്നും അടിക്ക്. ഓ കിട്ടി. ഫുഡ് അടിക്കട്ടെ. ഓക്കെ, ഓക്കെ. ഒന്ന് എവണ്ടോ അടിക്കണം. എവണ്ടോ ഓക്കെ. അവനെന്തോ. അയ്യോ, നമുക്ക് തിരിച്ചു കയറി പോവാം. രാത്രിയായി കഴിച്ചു. പെട്ടെന്ന് പോ. ഓക്കെ, പെട്ടെന്ന് നോക്കുക. 15 800 കിട്ടി. തിരിച്ചു കയറിക്കോ പെട്ടെന്ന്. കുരുങ്ങി. സഹൂർ. ഓക്കെ, സുഖദിന. ഓക്കെ, പെട്ടെന്ന് ഓടിക്കോ. വിച്ച് അവിടെ നിൽക്കുന്നു. വിച്ച് ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.